വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ശീമച്ചക്ക പുഴുങ്ങിയാലോ? ശീമച്ചക്കയെന്നും കടച്ചക്കയെന്നും ഒക്കെ പറയും ഇതിനെ. ഞങ്ങളിവിടെ കൂടുതലും ശീമച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് വിളഞ്ഞ ഒരു ചക്കയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ഒന്ന് മുറിച്ച് കഴുകിയെടുത്ത് കൊണ്ടുവരണം. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാം. അതിൻ്റെ ചുവടങ്ങ് മുറിക്കണം. മുറിച്ച് കഴിയുമ്പോൾ ഇതിലൊരു കറയുണ്ട്. നമ്മൾ ഈ ചക്കയ്ക്കൊക്കെ ഉള്ള ഒരു കറയില്ലേ, അരക്ക്, അതുപോലൊരു കറയുണ്ട്. ആ കറയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് എടുക്കണം. നന്നായിട്ട് വിളഞ്ഞതാണേ. അപ്പോൾ ഇത്തിരി പഴുത്തതില്ലേ, മധുരം വെച്ച് അതാണെങ്കിലും നല്ലതാണ് പുഴുങ്ങി കഴിക്കാനായിട്ട്. ഇതുപോലെ തൊലിയെല്ലാം അങ്ങ് ചെത്തിയെടുക്കാം. തൊലി ചെത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് രണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. മുറിക്കുമ്പോൾ ഇതിനകത്തൊരു ചക്കയുടെയൊക്കെ ഒരു കൂഞ്ഞിയില്ലേ, അതുപോലെ തന്നെ ഒരു കൂഞ്ഞിയുണ്ട്. ആ കൂഞ്ഞി അങ്ങ് ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞിട്ട് വേണം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാനായിട്ട്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലുള്ള ചീമച്ചക്ക പുഴുങ്ങാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് ഇത് പുഴുങ്ങി കഴിക്കാനായിട്ട്. നമ്മൾ ചക്കയൊക്കെ പുഴുങ്ങി കഴിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇതാണ് ഇതിൻ്റെ നടുക്കുള്ള ആ കൂഞ്ഞി ഇതുപോലെ അങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി. ചെത്തിക്കളഞ്ഞിട്ട് ഇതിന് ആ അരക്ക് കറയുണ്ടെങ്കിൽ അതൊന്ന് ഒരു പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു ഇല എടുത്തോ ഇതങ്ങ് തുടച്ച് കളയാം. എന്നിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത്തിരി വലുപ്പത്തിലിരിക്കണം കേട്ടോ, ഒരുപാടങ്ങ് ചെറുതായി പോലെ മുറിച്ചിടാം. ഇതിനകത്തേക്ക് വെള്ളത്തിലേക്കാണ് ഞാൻ ഈ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുന്നത്. അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ കളർ അങ്ങ് മാറും. അപ്പോൾ വെള്ളത്തിലേക്ക് മുറിച്ചിടുവാണെങ്കിൽ ആ കളർ അതുപോലെ തന്നെ നിൽക്കും. ഇതുപോലെ മുറിച്ചിടാം. വിഷമൊന്നുമില്ലാതെ സാധനങ്ങളാണ് ഇത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, പുറത്തുനിന്നൊന്നും വാങ്ങിച്ചതല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് പുഴുങ്ങി നോക്കണേ. ഇനി നമുക്കിത് കഴുകിയെടുത്ത് ഞാനൊരു പാനിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് വേകാനായിട്ട് ഒന്ന് അടുപ്പത്ത് വയ്ക്കണം. അപ്പം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം, ഇനി വെന്തോന്നൊന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടച്ച് വയ്ക്കുന്നില്ല, തുറന്നിരിക്കട്ടെ. തുറന്ന് വെള്ളമൊക്കെ പറ്റി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു. ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലിനകത്ത് വേവിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ തിരുമ്മിയതാണേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. കണ്ടോ, ഇതുപോലെ തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ വേവിച്ചിട്ട് തേങ്ങ ഇതുപോലെ തിരുമ്മിയിട്ടിട്ട് എടുത്താലും മതി. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത് 4 മണിക്കൊക്കെ നമുക്കൊരു കട്ടൻ ചായയുടെ കൂടെ, ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് വേണമെങ്കിൽ മുളകും ഉള്ളിയും കൂടെ പൊട്ടിച്ചിട്ട് ഉപ്പും കൂടെ പൊട്ടിച്ച് എണ്ണ ഒഴിച്ചിട്ടൊക്കെ കഴിക്കാം. അതിൽ തൊട്ട് കഴിക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം ഇപ്പോൾ പുറത്തൊക്കെ ചീമച്ചക്കയൊക്കെ കിട്ടും വാങ്ങിക്കാനായിട്ട്. വീട്ടിലുണ്ടെങ്കിൽ കളയരുത്. ഇതുപോലെ വാങ്ങിച്ചോ അല്ലെങ്കിൽ വീട്ടിലുള്ളതെടുത്തോ ഇതുപോലൊക്കെ ഒന്ന് പുഴുങ്ങി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.